എല്ലാവർക്കും നമസ്കാരം. മലയാളി യാത്രയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. പ്രാവശ്യം ഞങ്ങൾ പോകുന്നത് അട്ടപ്പാടി, സൈലൻറ്റ് വാലി നാഷണൽ പാർക്ക്, അഗളി മുതലായ സ്ഥലങ്ങളിലാണ്. പാലക്കാട് ജില്ലയിലെ പ്രധാന ഒരു ടൂറിസ്റ്റ് കേന്ദ്രമാണ്. ഈ സ്ഥലത്തിൻ്റെ പ്രത്യേകത ആദിവാസികൾ കൂടുതലായി വസിക്കുന്ന ഇന്ത്യയിലെ തന്നെ ഒരു പ്രധാന സ്ഥലമാണെന്നുള്ളതാണ്. ഷെഹിയോൻ ധ്യാന കേന്ദ്രമാണ്. ഇവിടുത്തെ അറിയപ്പെടുന്ന ഒരു ധ്യാന കേന്ദ്രമാണിത്. ആദ്യമേ താമസം നോക്കി, SK ഹോം സ്റ്റേ ആൻഡ് റിസോർട്ട്സിൽ താമസമാക്കി. അവിടെ ചെക്ക് ഇൻ ചെയ്തു, കുഴപ്പമില്ല. അതിനുശേഷം ഒരു ഉച്ചയായി. ഇപ്പം നമ്മൾ ഇവിടെ നരസിമുക്ക് വ്യൂ പോയിൻ്റ് എന്ന് പറഞ്ഞൊരു വ്യൂ പോയിൻ്റ് ഇട്ട് അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ടാണ് അടുത്ത പ്ലാന്. നരസിമുക്കിലേക്ക് ഇവിടുന്ന് ഏകദേശം 4 കിലോമീറ്റർ ഉണ്ട്. മറ്റു സ്ഥലങ്ങൾ ഇവിടെ കാണാനുള്ളത് മീൻവള്ളം വാട്ടർഫാൾസ്, മല്ലേശ്വരമുടി ട്രക്കിംഗ് ആണ്. 3 ആദിവാസി വിഭാഗങ്ങളാണ് ഇവിടെ ഉള്ളത്: മുടുക, ഇരുള, കുറുമ്പ. പിന്നെ കുറച്ച് തമിഴ് സെറ്റിലേഴ്സും ഉണ്ട് ഇവിടെ. മലയാളികളും ധാരാളമുണ്ട്. ഭവാനി നദിയാണ് ഇവിടുത്തെ പ്രധാന ഒരു നദി. അത് കാവേരിയുടെ ഒരു പോഷക നദിയാണ്. പിന്നെ കുന്തിപ്പുഴ ഭാരതപ്പുഴയുടെ പോഷക നദിയാണ്. ഈ നരസിമുക്ക് വ്യൂ പോയിൻ്റ് എന്ന് പറയുമ്പോൾ അയ്യപ്പനും കോശി എന്ന് പറയുന്ന മലയാള സിനിമയിലെ പ്രധാന ചില ഭാഗങ്ങൾ ഇവിടെ നിന്നാണ് ഷൂട്ട് ചെയ്തത്. അതുകൊണ്ട് നരസിമുക്ക് വ്യൂ പോയിൻ്റ് വളരെ പ്രശസ്തമായിട്ട് തീർന്നു. നമ്മുടെ യാത്രയുടെ ഇടയിൽ ആന തകർത്ത ഒരു വാഴത്തോട്ടം കണ്ടു. ഇലക്ട്രിക് ഫെൻസിങ് ഒക്കെ ഉണ്ടായിരുന്നതാണ്. പക്ഷേ ആനയൊക്കെ വളരെ വിദഗ്ധരാണ് ഇക്കാര്യത്തിൽ ഇലക്ട്രിക് ഫെൻസിങ് തകർക്കാൻ വേണ്ടിയിട്ട്. കരിങ്കല്ലിൻ്റെ തൂണ് ഏതെങ്കിലും വിധേന ചവിട്ടി താഴോട്ടിടും. ഒന്നെങ്കിൽ അടുത്ത ഒരു മരം പറിച്ചിട്ടായിരിക്കും, അല്ലെങ്കിൽ ഷോക്കടിക്കാത്ത ഭാഗത്ത് ശക്തിയോടെ ചവിട്ടി 2 തൂണുകൾ താഴോട്ട് തട്ടിയിടും. അപ്പോൾ സ്വാഭാവികമായിട്ട് ഷോർട്ടായിട്ട് കറണ്ട് പോവും, ഇലക്ട്രിക് ഫെൻസിങ് നിർവീര്യമാകും. അങ്ങനെ ഇഷ്ടാനുസരണം ഈ വാഴത്തോട്ടത്തിൽ കയറി എന്തു വേണമെങ്കിലും ഭക്ഷിക്കാം. ഇത് നമ്മൾ സൈലൻറ്റ് വാലിയിലേക്കുള്ള യാത്രയാണ്. ഇന്ന് അല്പം തിരക്കുള്ള ദിവസമാണ്. കാരണം പ്രധാനമായിട്ട് ഓടുന്ന ഒരു ബസ് ഇന്ന് ഓടാൻ സാധിച്ചില്ല. അതുകൊണ്ട് ജീപ്പുകൾക്കൊക്കെ നല്ല തിരക്കാണ്. ഞങ്ങൾ പോയത് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് തന്നെ ഒരു വാഹനത്തിലാണ്. സൈലൻറ്റ് വാലി എന്ന് പറയുമ്പോൾ പേര് വരാൻ പ്രത്യേക കാരണം, നമ്മൾ സാധാരണ കാടുകളിൽ കൂടിയൊക്കെ പോകുമ്പോൾ ഒരു പ്രത്യേക സൗണ്ട് ഉണ്ട്. ഈ ഇൻസെക്റ്റുകളുടെയും ചീവിയുടെ പോലെ ഒരു സൗണ്ട് ഇങ്ങനെ സ്ഥിരമായിട്ട് കേട്ടുകൊണ്ടിരിക്കും. ആ സൗണ്ട് ഈ വനത്തിലില്ല എന്നുള്ളതാണ് സൈലൻറ്റ് വാലി എന്ന് പേര് വരാൻ കാരണം. ഇതാരും തൊടാതെ കിടന്ന ഒരു വനമേഖലയായിരുന്നു. ഈ സ്ഥലം ശ്രദ്ധ ആകർഷിച്ചത് 1970 ഒരു ഹൈഡ്രോ ഇലക്ട്രിക് പ്രൊജക്റ്റ് തുടങ്ങാനുള്ള തീരുമാനമാണ്. അപ്പോൾ ഈ കാടിൻ്റെയും ഈ പാർക്കിൻ്റെയും ഒക്കെ ഭംഗിയും നശിക്കുമെന്ന് പറഞ്ഞ് പ്രകൃതി സ്നേഹികളൊക്കെ ഒരു സമരം നടത്തി. അങ്ങനെ ഈ പ്രതിഷേധം രാജ്യവ്യാപകമായി ശ്രദ്ധിക്കപ്പെടുകയും ഇന്ദിരാഗാന്ധി, അക്കാലത്തെ അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധി ഇടപെടുകയും തൽക്കാലത്തേക്ക് കൺസ്ട്രക്ഷൻ നിർത്തണമെന്ന് പറയുകയും ചെയ്തു. അതിനുശേഷം 1986 സെപ്റ്റംബറിൽ നാഷണൽ പാർക്കായിട്ട് പൂർണ്ണമായിട്ട് അംഗീകരിച്ചു. അതോടുകൂടി
ഒരു ദേശീയോദ്യാനത്തിൻ്റേതായ എല്ലാ നിയന്ത്രണങ്ങളും ഈ ഭാഗത്ത് നിലവിൽ വന്നു. സൈലൻറ്റ് വാലി നാഷണൽ പാർക്ക് യുനെസ്കോയുടെ വേൾഡ് ഹെറിറ്റേജ് സൈറ്റിൽ പെടുത്തിയതാണ് 2007. പ്രധാനമായിട്ട് ഇവിടെ കാണുന്ന സിംഹവാലൻ കുരങ്ങാണ്. ഈ കോട കാരണം ഞങ്ങൾക്ക് ഒരെണ്ണത്തിനെ പോലും കാണാൻ പറ്റിയില്ല. പിന്നെ നമ്മുടെ മലയണ്ണാനാണ്, പിന്നെ പ്രത്യേക ഒരുതരം വേഴാമ്പൽ. ഈ 3 സാധനങ്ങളാണ് സാധാരണ ഇവിടെ കാണുന്നത്. മുമ്പൊക്കെ ഈ പാർക്കിലേക്കുള്ള വഴികൾ പൂർണ്ണമായും ഓഫ് റോഡായിരുന്നു. ഇപ്പോൾ ജീപ്പിൻ്റെ വീലുകൾ പോകാൻ പറ്റിയ ഭാഗങ്ങൾ അവർ ടാർ ചെയ്ത് വൃത്തിയാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ഒരു നല്ല വഴിയിലൂടെ പോകുന്ന പോലെ ഒരു ഫീലേ നമുക്കുണ്ടാവുള്ളൂ. ഓഫ് റോഡിൻ്റെ ഫീല് ഇതിൻ്റെ ഉള്ളിൽ നമുക്കുണ്ടാവില്ല. ഇത് നമ്മൾ ഇവിടെ ഒരു വാച്ച് ടവർ ഉണ്ട്, അങ്ങോട്ട് എത്തുകയാണ്. ഇവിടുന്ന് ഒരു ട്രക്കിംഗ് ഉണ്ട്. ഇവിടെ കുന്തിപ്പുഴയുടെ ഭാഗത്തേക്ക് ഒരു ട്രക്കിംഗ് ചെയ്യാൻ പറ്റും. ഇവിടെ ഹോൾട്ട് ചെയ്യും. നമുക്ക് ഏകദേശം 1 മണിക്കൂർ കിട്ടും. ഇവിടെ നമ്മുടെ ഗൈഡും നമ്മുടെ കൂടെ വരും. ഇവിടെയാണ് വണ്ടി പാർക്ക് ചെയ്യുന്നത് നമ്മൾ. ഇതൊരു ഇറക്കമാണ് താഴോട്ട് കുന്തിപ്പുഴയുടെ ഭാഗങ്ങളിലേക്ക്. ഇവിടെ ഇന്നലെ ആന ഇറങ്ങിയിട്ട് ഒരു ഭീഷണിയുണ്ട്, അപ്പം ശ്രദ്ധിക്കാൻ പറഞ്ഞിട്ടുണ്ട്. എന്താണ് ശ്രദ്ധിക്കേണ്ടതെന്ന് നമുക്ക് അറിഞ്ഞൂടാ. ഇത് പുതിയ തൂക്കുപാലത്തിൻ്റെ പണി പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഈ താൽക്കാലിക ഷെഡും മോട്ടറ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ ദിവസം ആന നശിപ്പിച്ച ഒരു സീനാണ് ഈ കാണുന്നത്. താഴെ കാണുന്നത് കുന്തിപ്പുഴയാണ് കേട്ടോ. Look here. स्माइल देना, स्माइल एकदा स्माइल देना बेटा. ഞങ്ങൾ നേരെ തിരിച്ച് ട്രക്ക് ചെയ്തു. ഇനി ഈ വാച്ച് ടവറിൻ്റെ മേലെ ഒന്ന് കയറണം. ഒന്നും കാണുമെന്ന് പ്രതീക്ഷയില്ല, കാരണം മുഴുവൻ കോടയും കോടമഞ്ഞുമാണ്. തെളിഞ്ഞ ആകാശമാണെങ്കിൽ നമുക്ക് അട്ടപ്പാടിയുടെ പ്രധാന ഭാഗങ്ങളൊക്കെ കാണാൻ പറ്റും. ഇപ്പം തന്നെ ചെറുതായിട്ട് മഴ പെയ്യുന്നുണ്ട്. ഒന്നും തന്നെ കാണാൻ പറ്റുന്നില്ല, ഫുള്ള് കോടയാണ്. മലയാളി യാത്രയുടെ മറ്റൊരു എപ്പിസോഡുമായിട്ട് വീണ്ടും കാണാം. ബൈ.